PSC ക്രൗഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. തമ്മേലി കണ്ട പോലെ തന്നെ നേടണം നമുക്ക് അടുത്ത LP-UP. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നമ്മൾ അടുത്ത ഒരു LP-UPയിൽ ഒരൊറ്റ സീറ്റ് നമ്മൾ റിസർവ് ചെയ്യാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം LP-UP പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വന്ന് ഷോർട്ട് ലിസ്റ്റ് വന്ന് ഷോർട്ട് ലിസ്റ്റും കട്ട് ഓഫ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 1-2 ജില്ലകളുടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് LPയുടെ ആയാലും UPയുടെ ആയാലും കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടാവും എനിക്ക് ഈ തവണത്തെ LP-UP കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ചിലർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളവർ കാണും. അവരെന്ത് ചെയ്യുക, വളരെ നന്നായിട്ട് തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഓർക്കുക, ഇൻ്റർവ്യൂ എന്ന് പറയുന്ന കടമ്പ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയ്ക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇൻ്റർവ്യൂവിനും കൊടുക്കണം. കാരണം നിങ്ങൾ ചിലപ്പോൾ മറ്റൊരു ഉദ്യോഗാർത്ഥിയെക്കാളും ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഉയർന്ന റാങ്കാണെങ്കിലും ഇൻ്റർവ്യൂ കഴിയുമ്പോൾ മറ്റേ ഉദ്യോഗാർത്ഥി നന്നായി പെർഫോം ചെയ്താൽ അവർ ഉയർന്നു വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചത് അതുപോലെ തന്നെ എന്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഇൻ്റർവ്യൂവിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. എന്തൊക്കെയാണ് ഇൻ്റർവ്യൂവിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇത്തവണ LP-UP കിട്ടില്ല എന്ന് ഉറപ്പുള്ള കുറേ ഉദ്യോഗാർത്ഥികളുണ്ടാവും. ഒന്നാമത്തെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നിട്ടുള്ളവർ മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ലിസ്റ്റിലെ വരാൻ സാധിക്കാത്ത, പഠനം മാരകമായി പഠിക്കുകയും അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയും എന്നാൽ ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയാത്തവരും കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ ലിസ്റ്റിലുണ്ട്. പക്ഷേ ഞാൻ മാത്രം ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. രാവുകളെ പകലുകളാക്കിയും സ്വന്തപ്പെട്ട പരിപാടികൾക്കും റിലേറ്റീവ്സിൻ്റെ പരിപാടികൾക്കും ഒന്നും പോകാതെ അത്ര കഠിനമായിട്ട് ഞാൻ LP-UPക്ക് വേണ്ടി ശ്രമിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ 100% കൊടുത്ത് ശ്രമിച്ചില്ല. പക്ഷേ എന്നിരുന്നാലും കുറേശ്ശെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, കുറേശ്ശെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പല സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏജ് ഓവർ ആകുന്നില്ല എങ്കിൽ 2026 ലാസ്റ്റ് ആയിരിക്കും LP-UPയുടെ നോട്ടിഫിക്കേഷൻ വരിക. പരീക്ഷ നടക്കുന്നത് 2027 അപ്പോൾ ഇതെങ്ങനെ ഉറപ്പിച്ച് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഏകദേശം നമുക്കൊരു 95% ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അതിന് കാരണം വേറെ ഒന്നുമല്ല, PSC പരീക്ഷയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ച് ഒരു ലിസ്റ്റ് അവസാനിക്കുമ്പോൾ നെക്സ്റ്റ് വീക്ക് അടുത്ത ലിസ്റ്റ് നിലവിൽ വരുന്ന ട്രെൻഡാണ് ഒരു 1.5 വർഷമായിട്ട് PSC ഫോളോ ചെയ്യുന്നത്. ഈ ട്രെൻഡ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2026 അവസാനമായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾക്കറിയാം, ഏതൊരു PSC പരീക്ഷയുടെയും നമ്മൾ കാത്തിരിക്കുന്ന ഒരു PSC പരീക്ഷയുടെ ഇമ്പോർട്ടൻസ് PSC പരീക്ഷയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ എപ്പോഴും ഡിസംബർ മാസത്തിലാണ് വരിക. കാരണം കുട്ടികൾക്ക് ഏജ് ഓവർ ആകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻസൊക്കെ സാധാരണഗതിയിൽ വരാറ്. അപ്പോൾ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നേക്കുന്നതിൻ്റെ കാലാവധി ഇപ്പോൾ ഒരു LP-UP കഴിഞ്ഞ് അതിൻ്റെ ഒരു മെയിൻ ലിസ്റ്റ് വരുമല്ലോ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് മെയിൻ ലിസ്റ്റ് വന്ന് ആ മെയിൻ ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്നതിൻ്റെ നെക്സ്റ്റ് വീക്ക് പുതിയ ലിസ്റ്റ് നിലവിൽ വരണം. അങ്ങനെ പുതിയ ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ എന്ത് വേണം, നമ്മൾ 2026 അവസാനം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6-7 മാസം കഴിഞ്ഞിട്ടായിരിക്കും എപ്പോഴും പരീക്ഷ നടക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2027 ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ആ മാസങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കാനും സാധ്യത. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ 2024 അവസാനിക്കാൻ പോകുന്നു, 25 ഉണ്ട് മുമ്പിൽ, 26 ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ദിവസങ്ങൾ കടന്ന് പോവുക. നിങ്ങൾ LP-UP പരീക്ഷ കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്നാണ് ഷോർട്ട് ലിസ്റ്റ് വരികയും കട്ട് ഓഫ് വരികയും ഇൻ്റർവ്യൂ ഒക്കെ വരാൻ പോകുന്നു, മെയിൻ ലിസ്റ്റൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ എത്ര പെട്ടെന്ന് വന്നത്. അതുപോലെ തന്നെ ഓരോ വർഷവും നിങ്ങൾ 2024 ജനുവരി 1-ാം തീയതി എന്നാണെന്ന് ഓർക്കുന്നുണ്ടോ? എത്ര പെട്ടെന്ന് 2024 കഴിഞ്ഞ് പോയാൽ കണ്ണടച്ച് തുറന്നപ്പോഴത്തേന് 2024 മാസങ്ങളൊക്കെ തീർന്ന് ഡിസംബർ 31 എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കൈ ഞൊടിക്കുന്ന വേഗത്തിൽ തന്നെ ഈ മാസങ്ങളും ഈ വർഷവും ഒക്കെ കടന്നുപോയി പരീക്ഷ മുമ്പിലേക്ക് വരും. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ദുഃഖിച്ചിരിക്കേണ്ട ഒരവസ്ഥ, അതായത് 2027 പരീക്ഷ കഴിഞ്ഞ് അടുത്ത LP-UPക്ക് വേണ്ടി തയ്യാറെടുക്കാം എന്നൊരവസ്ഥ ഉണ്ടാകരുത്. അതിനു മുമ്പേ നിങ്ങൾ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കണം. ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാം, ലിസ്റ്റ് വന്നതിൻ്റെ കട്ട് ഓഫുകളെല്ലാം കൂടുതലാണ്. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റുകൾ കൊള്ളിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും കുറവാണ്. ഇപ്പോൾ വീണ്ടും PSC ഒരു ഇതുകൊണ്ട് നീക്കാണ് ഷോർട്ട് ലിസ്റ്റ് ഇനിയും ചുരുങ്ങാൻ സാധ്യത എന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഇനിയും ചുരുങ്ങാൻ സാധ്യത എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മെയിൻ ലിസ്റ്റ് ഉൾക്കൊള്ളുന്നവർക്ക് മാത്രം ജോലി എന്ന കോൺസെപ്റ്റിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ലിസ്റ്റ് ചുരുങ്ങുമ്പോൾ അതിനനുസരിച്ചും
കുട്ടികളുടെ എണ്ണം അതിനകത്ത് ഉൾക്കൊള്ളുന്നു കുറഞ്ഞു വരും. അപ്പോൾ കട്ട് ഓഫ് ഒക്കെ എപ്പോഴും എന്താ ഉയർന്നു തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി കട്ട് ഓഫ് ഒരിക്കലും കുറയില്ല. ഇപ്പോൾ ഉള്ള കട്ട് ഓഫിനേക്കാളും 5-6 മാർക്ക് കൂടുതൽ ഇനി വരുന്ന LPUP-യിലായാലും കൂടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം LPUP-യുടെ പരീക്ഷ ചോദ്യപേപ്പർ എത്ര നിലവാരമാണ് ഈ തവണത്തെ പുലർത്തിയതെങ്കിൽ ഇതിലും വലിയ നിലവാരമായിരിക്കും 2027 നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ പുലർത്തുക. അപ്പോൾ അതിനനുസരിച്ചൊരു പ്രിപ്പറേഷൻ, അപ്പോൾ അതിനനുസരിച്ച് ഒരു മാർക്ക് നിങ്ങൾ നേടണമെങ്കിൽ എന്താണ്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ ഈ തവണത്തെ LPUP നിങ്ങൾ പഠിച്ചോ, ആ പഠിച്ച കാര്യങ്ങളിലേക്ക് ഒരിക്കലും ആ ഒരു കാര്യങ്ങൾ ഇവിടെ വിട്ടിട്ട് പോകാതെ അതിലേക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും LPUPക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. കൂടാതെ തന്നെ LPUP മാത്രമേ ഞാൻ പരീക്ഷ എഴുതുകയുള്ളൂ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. വരുന്ന എല്ലാ PSC പരീക്ഷകളും നിങ്ങൾക്കറിയാം ഈ 2025 109 നോട്ടിഫിക്കേഷൻസ് പുതുതായിട്ട് വരുന്നുണ്ട്. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഏതൊക്കെയാണോ യോഗ്യതയുള്ള ആ യോഗ്യത അനുസരിച്ച് എല്ലാം തന്നെ അപ്ലൈ ചെയ്തോളണം. അതുപോലെ നിങ്ങൾ ആരെങ്കിലും BEd കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ HSAക്ക് കൂടി പരിശ്രമിക്കണം. HSA നോട്ടിഫിക്കേഷൻ ഡിസംബർ 29 വരും. ജനുവരി 29 വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ HSAക്ക് വേണ്ടി കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിനോടൊപ്പം കൂടെ ചെയ്യുക, LPUPയും കൂടി സൈഡിലാക്കി വയ്ക്കുക. HSAക്ക് മെയിൻ HSA നിങ്ങൾ നോക്കണം. അതിൻ്റെ കൂടെ 1 മണിക്കൂറെങ്കിലും LPUPക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. കാരണം HSA മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് LPUP കളയരുത്, LPUP മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് HSAയും ഒഴിവാക്കരുത്. HSAയുടെ പ്രത്യേകത അറിയാലോ, ഈ വർഷം ഇനി ഒരു HSA ഇല്ല, അവസാന HSA ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം BEd കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് HSAയിൽ ജോലി മേടിക്കാനായിട്ട് ശ്രമിക്കണം. കൂടാതെ LPUPയെ കൈവിടരും ചെയ്യരുത്. കാരണം HSA എന്ന് പറയുന്ന പോസ്റ്റ് LPUP പോലെയല്ല, കുറച്ചും കൂടി ഒരു കോമ്പറ്റീഷൻ കുറവായിരിക്കും. പക്ഷേ എന്താ പറയുക, അതിനകത്ത് LPUPയുടെ അത്രയും വേക്കൻസി HSA കാണാറില്ല. പക്ഷേ വേക്കൻസി എന്ന് വെച്ചാൽ കുറവൊന്നുമില്ല, വേക്കൻസി ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത്രയും ഒരു LPUPയുടെ അത്രയും ഒരു വേക്കൻസി കാണാറില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ HSAയിലും വേക്കൻസി ഉണ്ട്. ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടുക തന്നെ ചെയ്യും. അതും ഹൈ സാലറി ഉള്ളൊരു ജോലി കൂടിയാണെന്ന് കൂടി നിങ്ങൾ ഓർക്കുക കേട്ടോ. അപ്പോൾ HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കൂടാതെ LPUPയെ കൈവിടാതിരിക്കുക. എല്ലാ ദിവസവും ഓരോ മണിക്കൂർ വെച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി എല്ലാ ദിവസവും ഓരോ മണിക്കൂർ വെച്ച് പഠിക്കും, വേറെ ആരും സപ്പോർട്ടില്ലാതെ എങ്ങനെ പഠിക്കുമെന്ന്. അത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ ദിവസവും LPUP മിഷൻ 2026-27 എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇപ്പം നമ്മൾ SCRT ക്ലാസ്സുകളാണ് എടുക്കുന്നത്. സോഷ്യൽ സയൻസിൻ്റെ 5ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. SCRT സോഷ്യൽ സയൻസിന് ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കണം. ആ പ്ലേലിസ്റ്റ് അനുസരിച്ച് ഓരോ ചാപ്റ്റേഴ്സും കണ്ടു പഠിച്ചു പോകുക. മിഷൻ LPUP 2026-27 നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ മിഷനിൽ നിങ്ങൾ പങ്കാളികളാകുക. തരുന്ന ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഈ മിഷൻ അവസാനിക്കുന്ന വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ക്ലാസ്സുകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് കണ്ട് ആ ഒരു വാശി കൈവിടാതെ എന്തായാലും ഒരു സീറ്റ്, ഒരൊറ്റ സീറ്റ് മതി, അധികം ഒന്നും വേണ്ട, ഒരൊറ്റ സീറ്റ് 2026-27 എനിക്കുള്ളതാണ്. അത് UPയിലായിക്കോട്ടെ LPയിലായിക്കോട്ടെ. BEd കഴിഞ്ഞവരാണെങ്കിൽ UPയിൽ ഒരു സീറ്റ് എനിക്കുള്ളതാണ്. ഇനി TTCയോ DEDോ കഴിഞ്ഞവർ ആണെങ്കിൽ LPയിലോ UPയിലോ ഒരു സീറ്റ് എനിക്കുള്ളതാണെന്ന് അങ്ങ് തീരുമാനിച്ചേക്കുക. നിങ്ങളൊരു റാങ്ക് മനസ്സിലങ്ങ് കണ്ടേക്കുക. 100 റാങ്ക് എടുക്കുക. 100 റാങ്കിൽ ഒരു റാങ്ക് ഞാൻ, അല്ലെങ്കിൽ 50 റാങ്ക് എടുക്കുക. 50 റാങ്കിൽ ഒരു റാങ്ക് ഞാൻ. ആ റാങ്ക് അങ്ങ് മനസ്സിലങ്ങ് ഉറപ്പിച്ചേക്കുക. എവിടെയെങ്കിലും ഒന്ന് എഴുതി വച്ചേക്കുക. എന്നിട്ട് ഇടയ്ക്ക് മടുക്കുമ്പോഴൊക്കെ എടുത്ത് അങ്ങ് നോക്കിക്കോളാം. ആ റാങ്ക് എനിക്കുള്ളതാണ്. ആ റാങ്കിന് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. കുറേ സീറ്റുകൾ ഒഴിവുണ്ട്. പക്ഷേ ആ സീറ്റുകളൊന്നും, എല്ലാ സീറ്റൊന്നും എനിക്ക് വേണ്ട. ആ ഒരൊറ്റ സീറ്റ്, ആ ഒരൊറ്റ റാങ്ക്, അത് മാത്രം മതി. അതിനു വേണ്ടി മാത്രം കഠിനമായി പരിശ്രമിക്കുക. നിങ്ങളിപ്പം ഇവിടെ പഠനം വെച്ച് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ബുക്ക് തുറക്കാതിരിക്കുകയാണെങ്കിൽ മല പോലെയായിരിക്കും പഠിക്കാനായിട്ട് ഉണ്ടാകുക. അന്നേരം എവിടെ നിന്ന് പഠിക്കണോ, ഇവിടെ നിന്ന് പഠിക്കണോ ഒന്നൊന്നും അറിയാണ്ട് കൺഫ്യൂഷൻ അടിച്ച് നിങ്ങൾക്ക് ആകെ ടെൻഷനൊക്കെ ആവും. ആ സമയത്ത് നിങ്ങൾ കുറേശ്ശെ പഠിച്ചു പോയാൽ പോലും നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ് വെച്ച് കവർ ചെയ്ത് റിവിഷനൊക്കെ കഴിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കൂടാതെ ഏതൊക്കെ പരീക്ഷയാണ് നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് വരുന്നത് അതെല്ലാം അപ്ലൈ ചെയ്യുക. കൃത്യമായിട്ട് അതെല്ലാം പോയി എഴുതുകയും ചെയ്യുക കേട്ടോ. അതുപോലെ 10th പ്രിലിംസിന് ഇപ്പം നടക്കുന്നുണ്ട് 28-ാം തീയതി. 10th പ്രിലിംസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10th പ്രിലിംസിൻ്റെ പരീക്ഷ എല്ലാം എഴുതണം. 10th പ്രിലിംസിന് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ കൃത്യമായിട്ട് LPUPക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക.
അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്യാനും മറക്കല്ലേ.